ഇന്നലെ നമ്മുടെ കേരളത്തിലെ പത്രമാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വെളയൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് കോൺഗ്രസിൻ്റെ മെമ്പറായിട്ടുള്ള മുഹമ്മദ് റാഫി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡോളർ പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ കേരളത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഈ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മെമ്പർ യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത് സത്യപ്രതിജ്ഞ ലംഘനമാണ്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം ആ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് അന്വേഷണത്തെ നേരിടണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. തൃപ്രയാറിൽ ഇന്നലെ നടന്നിട്ടുള്ള ഈ വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചകൾ അറിയാം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നുള്ള തെരഞ്ഞെടുപ്പിൽ വെളയൂരിനകത്ത് കോടിക്കണക്കിന് രൂപ UDF അന്നവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്നേ ഞങ്ങൾ ആരോപണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പറഞ്ഞതാണ്. അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിവിട്ട രീതിയിൽ പണം സമ്പാദിക്കുകയും അത് മറ്റു തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും ഇന്നലെ ഈ മുഹമ്മദ് റാഫി പരാതിക്കാരനാണ്. പക്ഷേ ഈ പരാതിക്കാരൻ ചെയ്തിട്ടുള്ള കാര്യം എന്താ ആലോചിച്ച് നോക്കൂ. രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ കുഴൽപ്പണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പശ്ചാത്തലമുള്ള ഒരാൾ, അയാളെ മുഹമ്മദ് റാഫിയും തമ്മിലുള്ള ബന്ധം എന്താണ്? രഞ്ജിത്ത് ആവശ്യപ്പെട്ടിട്ടാണ് മുഹമ്മദ് റാഫി ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നത്. രഞ്ജിത്തിന്റെ ആവശ്യപ്രകാരം മുഹമ്മദ് റാഫി എത്തുകയും വിദേശ നാണ്യങ്ങളുടെ വിനിമയം നടത്താൻ പാടില്ല എന്നുള്ള ശക്തമായ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഡോളർ ആയിക്കോട്ടെ, മറ്റേത് വിദേശ നാണ്യമായിക്കോട്ടെ. അങ്ങനെയുള്ള നിയമം നിലനിൽക്കുന്ന രാജ്യത്തിനകത്ത് പറയപ്പെടുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ 16 ലക്ഷം രൂപ ഇവർ കൊണ്ടുപോകുന്നു, അത് ഡോളറാക്കി മാറ്റുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. ഈ നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ആ പ്രദേശത്തെ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. അതും ഒരു യുവാവായിട്ടുള്ള ജനപ്രതിനിധി. ഈ ജനപ്രതിനിധി, ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി പൊതുസമൂഹത്തിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ആളുകൾക്ക്, വെളയൂർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക്, നമ്മുടെ പൊതുസമൂഹത്തിനെല്ലാം തന്നെ നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള നിരവധിയായ കേസുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മറ്റു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധിയായ കേസുകൾ ഇപ്പോൾ പല ഭാഗങ്ങളിൽ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ തന്നെ ഏത് നിലയിലും പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് എന്നുള്ള സന്ദേശം നമ്മുടെ നാടിനകത്തെ യുവാക്കൾക്ക് കൂടെ നൽകുന്നതിന് വേണ്ടി അത്തരം പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി, നേതൃത്വമായി ഒരു ജനപ്രതിനിധി, അതും ഒരു യുവാവായ ജനപ്രതിനിധി മാറുമ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവം വളരെയധികം കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനം രാജി